കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഈ ഒരു ഉള്ളി സംബന്ധി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 2 വലിയ സവാള, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത തക്കാളി. ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒഴിച്ച് ഇഡ്ഡലി ചുട്ടെടുത്തു. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി ചട്ടണി, സ്പെഷ്യൽ ഉള്ളി സമ്മന്തിയാണ് ഉണ്ടാക്കണേ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമ്മന്തിയാണ്. അപ്പോൾ ഞാൻ സവാള വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വാട്ടി വേഗം വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തു. അതിലേക്ക് നല്ല ഭംഗിയിലൊന്നും അല്ല ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് സവാള. ധൃതിയായതുകൊണ്ട് നേരത്തെ പോണ്ടേ, കൊടി ഉയർത്തണ്ടേ. അപ്പോൾ ഞാനൊരു സ്പീഡ് കൂട്ടി അരിഞ്ഞ സവാളയാണ്. അത്രയ്ക്ക് ചന്തമേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റുള്ള സമ്മന്തിയാണ്. അപ്പോൾ ഞാനിത് തക്കാളിയുടെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മല്ലിയിലയാണ് ഈ ഒരു ചട്നിക്ക് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. 2 കറിവേപ്പില കൂടി. ഇനി ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അടുത്തതായി ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ചെറിയൊരു സ്പൂണിൽ 2 സ്പൂൺ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ ചുമച്ചു കൊണ്ടേയിരിക്കും മുളക് പൊടി നമ്മുടെ മൂക്കി കയറിയിട്ട്. ഇപ്പോൾ ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചൂടോടുകൂടി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ പണി കഴിയും. അപ്പം ഞാൻ പാനിൽ കുറച്ച് വെള്ളം ചേർത്തു. ആ വെള്ളം ഈ ഒരു ചൂടായ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടച്ച് വെച്ച് എക്സസൈസിന് പോവുകയാണ്. വണ്ടി എടുത്തു പോയി. ഇന്ന് നടന്നു പോയില്ല, കാരണം നേരം വൈകും, സ്കൂളിലേക്ക് പോകണ്ടേ. വണ്ടി എടുത്താണ് പോയത്. അവിടെ പോയപ്പോഴാണ് വളരെ മനോഹരമായ ഗെയിമുകളിലേക്കൊക്കെ കളിക്കാൻ പറ്റിയത്. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. തിരിച്ചു വന്നു, ചട്നി അരച്ചു പാത്രത്തിലാക്കി. ഇനി നേരെ കുളിച്ച് സ്കൂളിലേക്ക്. അവിടെ എൻ്റെ ശിഷ്യന്മാർ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി എന്നെ കണ്ടപ്പോൾ. വീഡിയോ എടുത്തോളൂ ടീച്ചറേ എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് പായസവും തന്നു. അങ്ങനെ സന്തോഷമായി. ചെക്കന്മാരുടെ തമാശകളൊക്കെ കേട്ട് അങ്ങനെ സ്കൂളിൽ പോയി വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തു. ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോട്ടപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നു. കോട്ടപ്പള്ളി എത്തി, വണ്ടി നിർത്തി, കോഴിക്കോടൻ ഫ്രഷ് ഫിഷ് സ്റ്റാളിൽ കയറി. പലതരം മത്സ്യങ്ങളുണ്ട്. കേദറ, സൂതാൻ, ചെമ്പല്ലി, പിന്നെ മത്തി അയില. അതിൽ 1 കിലോ മത്തി ഞാൻ വാങ്ങി. 200 രൂപയാണ് 1 കിലോ മത്തിക്ക് വില. നല്ല സൂപ്പർ മത്തിയാണ്. ചെക്കന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻ വാങ്ങാൻ അവിടെ പോവാറുണ്ട്. നന്നായിട്ട് കുരുമുളകിട്ട് പൊരിച്ചു മീൻ. പിന്നെ പാലക്കാടൻ മത്തിപ്പുളി ഉണ്ടാക്കി. മത്തിപ്പുളി നാളേക്കാണ് നല്ല സ്വാദ്. അത് കഴിഞ്ഞ് രാവിലേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചു. ഉപ്പൊക്കെ ഇട്ട് അരച്ചു വെച്ചു. ഗ്രൈൻഡറിൽ അരച്ച ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇനി പെരിന്തൽമണ്ണയിലേക്ക് പോകണം. അവിടെ കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ മോളും ഹസ്ബൻഡും ഞാനും കൂടെ കാറിൽ അങ്ങനെ യാത്ര തുടർന്നു. കണ്ണംകുണ്ട് പുഴയാണിത്. പുഴയോരത്തെ നല്ല മനോഹരമായ കടയും, അവിടെ നല്ല നല്ല പലഹാരങ്ങൾ കിട്ടും, ചായയും. വൈകുന്നേരമായ ആളുകൾ വന്ന് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി ഹോട്ടലിൽ നിന്ന് ഓരോരോ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചങ്ങനെ സൊറ പറഞ്ഞിരിക്കും. ഞാനതൊക്കെ ആസ്വദിച്ച് അങ്ങനെ കണ്ണംകുണ്ട് വഴി അലനല്ലൂർ വഴി പെരിന്തൽമണ്ണയിലേക്ക് പോവുകയാണ്. മണ്ണാർമല വഴിയുള്ള ഈ റോഡ് ബൈപ്പാസ് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക. നെൽപ്പാടങ്ങളും ഇവിടെയുണ്ട്. ഈ PTM UP മണ്ണാർമല സ്കൂളിൽ ഞാൻ ഇടയ്ക്കൊക്കെ കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് വിവിധ മത്സരങ്ങൾക്ക്. ഈ ഒരു വളവ് അപകടം പിടിച്ചതാണ്. ഇതിലൂടെ വന്യമൃഗങ്ങൾ രാത്രിയായ ധാരാളം സഞ്ചരിക്കും. അങ്ങനെ ഞങ്ങൾ കയറി പെരിന്തൽമണ്ണയിലെ തീറ്റമുക്കിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു 3-4 ഹോട്ടലുകളുണ്ട്. ഒരു 1-1.5 ഹോട്ടലുകളാണ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം. വല്ലപ്പോഴും ഞാൻ കഴിക്കും. അധികവും ഞാൻ വീട്ടു ഭക്ഷണമാണ് കഴിക്കാറ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ തീറ്റമുക്കിലേക്ക് വരും. ചില്ലീസിലോ അതുപോലെ മസാലയിലോ ഒക്കെ കയറും. അങ്ങനെ കല്യാൺ സിൽക്സിൻ്റെ മുന്നിൽ കൂടെ മോളുടെ ഡ്രസ്സ് കൊടുത്തിട്ടുള്ള ഫാമിലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തകർത്തോണമാണ് ഇവിടെ. ശനിയും ഞായറും അടിപൊളി പായസമാണ് കിട്ടുക. നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് പായസമാണ് ഇന്ന്
എൻ്റെ ഭാഗ്യം. എനിക്ക് ഗോതമ്പ് പായസം ഒരുപാട് ഇഷ്ടമാണ്. മോള് കുടിച്ചു 1 ഗ്ലാസ്, ഞാനും 1 ഗ്ലാസ് കുടിച്ചു. പിന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തതും വാങ്ങി ഫാമിലിയിൽ നിന്ന് ഇറങ്ങി. ഫാമിലിയിൽ ഒരുപാട് തിരക്കാണ്, നല്ല തിരക്കാണ്. മോളും ഹസ്ബൻഡും കൂടെ പിന്നീട് ജെൻസിൻ്റെ കടയായ പീറ്റർ ഇംഗ്ലണ്ടിൽ കയറി. പെരിന്തൽമണ്ണ തന്നെ കിംസ് അൽഷിഫയുടെ മുന്നിലാണ് ഈ കട. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഷെഫ് പിള്ളയുടെ കടയിൽ വന്നിട്ടുണ്ട്. സസ്യ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അവിടെ വന്ന് മസാല ദോശ, മൈസൂർ മസാല ദോശ, പൊടി ദോശ, അങ്ങനെ 3 ദോശകൾ 3 പേര് കഴിച്ചു. ചായയും കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി. എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. അങ്ങനെ ഇതാ ഞങ്ങളുടെ കണ്ണംകുണ്ട് പുഴ വഴി വീട്ടിലേക്ക് എത്തിച്ചേരാനായി. രാത്രിയായി, നേരം ഇരുട്ടി തുടങ്ങി. ഈ ഒരു പുഴയിൽ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് ഇപ്പോഴും, നല്ല ആസ്വദിച്ചുകൊണ്ട്. പുഴ മഴ പെയ്ത് കഴിഞ്ഞാൽ കലിയിളകുന്ന പുഴയാണ്, പലരെയും കൊണ്ടുപോയ പുഴയാണ്. അതിനെ പേടിക്കണം. പുഴയിൽ വെള്ളം പാകത്തിനേ ഉള്ളൂ. വെള്ളം പൊന്തി വന്ന ആ റോട്ടിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റം കയറി വേണം എൻ്റെ വീട്ടിലേക്കുള്ള റോട്ടിലെത്താൻ. വണ്ടികളുടെ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് 2 സൈഡും കാണാം. ഇതാണ് സസ്യ എന്ന ഷെഫ് പിള്ളയുടെ കട. അതിൽ ദോശയുടെ ഓർമ്മകളുമായിട്ട് ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് വീടെത്തി. രാവിലത്തെ കുട്ടികളുടെ പരിപാടിയാണിത്. അതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ദേശഭക്തി ഗാനവും ഒക്കെ മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്കൊരു ദേശഭക്തി ഗാനത്തോടു കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മയായ നാടേ, നന്മയാർന്ന നാടേ. അമ്മയായ നാടേ, നന്മയാർന്ന നാടേ. മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ജീവനായ രാജ്യം.